എൻ്റെ മോളെ ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തൻ്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സ്റ്റാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കല്ലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത്? എന്തായാലും സംഭവിച്ചില്ലേ? നീ സമാധാനിക്ക്. കേട്ടോ ചേട്ടാ, ഇന്നലെ ഫോൺ വിളിച്ചു അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? 6ാം കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ അത് കറിയില്ലല്ലോ ഇടുന്നത്, കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് പോകും. ഇത് മതി. എടാ ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണാവശ്യമല്ലേ. ആരുടെ? ഓ അച്ഛന്റെ മരണം. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ചെല്ലു. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളിൽ കയറി. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളിലാണോ പൂസ്? കാക്കയൊക്കെ കൊട്ടാരത്തി താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാർപ്പെട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടേ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പൊ. അളിയാ, ഇത് കണ്ട ഭഗവാൻ പട്വ ഹവേലി भगवान चाहिए। അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। सीधा? അതാരാണ്? എന്തേലും सीधा जाओ, पहले राइट लो, फिर लेफ्ट लो, छोटा गली आएगा, राइट में भगवान है. ഓ ഇത്രയുള്ള കാര്യം. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ ഇവിടെയാണോ? ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല. എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ എന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ കൂടെ നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാൽ മതി. ഇനി പറ, ഭഗവാൻ എവിടെയാ? പതുക്കെ പറ, സെറ്റുവല് തെറിച്ചു പോവും. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി രാജസ്ഥാനിൽ 18ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഇതേതാ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിൽക്കണ കിൻഡൽ ചാക്കിന് കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി ആരാന്ന് ചോദിച്ചാണ്ടല്ലോ, ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും.
ഇനി അങ്ങനൊരു സത്യം പറയാം. ഞാൻ കളരി പഠിക്കാൻ എനിക്ക് മർമ്മം നോക്കൊരു കുത്തുകയാണല്ലോ. നീ ചത്തവും പറഞ്ഞേക്കാം. ये सब क्या चल रहा है? അയ്യോ ഞാൻ ദുഷ്യന്തൻ. കാണാ പൊട്ട രണ്ട് കോഴി താറാവ് മൊയില് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. अबे क्या बक रहा है ये साला? കാല് പിടിക്കാം. എന്നെ കൊല്ലരുത്. അയ്യോ हमारे फ्रेंड दुष्यंत है. हाँ? अच्छा അത് ശരി. ഈ പുള്ളിയുടെ അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയില്ലട്ടാ. ये ये बोल क्या रहा शादी है? में कुकिंग करने आया है. अच्छा अच्छा കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ എടാ കൊണ്ടുവന്നത്? നിനക്ക് ഹിന്ദി അറിയത്തുണ്ടല്ലേ? അതല്ലെന്നേ. പിന്നെ? ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല. അതുകൊണ്ടാ. ये क्या बके जा रहा है? ഇതെന്താ ഏയ്, കാച്ചിലോ? പോതു, നീ വാ. അതിന്റെ കാലായിരുന്നോ? चलो जाओ പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. अबे चल चल പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വന്നില്ലായിരുന്നേല്ലോ. വന്നില്ലായിരുന്നെങ്കിൽ? 2 ശവങ്ങൾ ഇവിടെ വീണേനെ. ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. ആമാ. അടുക്കളയിൽ ചാകരയോ. ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാനാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര് ഞാൻ ക്യാഹ. मेरा नाम चांदनी അച്ഛാ. मेरा नाम काजोल രണ്ടാനച്ഛ. ഛേ, ബഹുത്തച്ഛ. मेरा नाम करोल ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്. ഇവിടെ എന്നും കരോളാണോ? ഓ എന്ന് നല്ല ചേർച്ച. വെളുത്തവാവും കറുത്തവാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിൽ എന്റെ കൈവറിൽ ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കും प्यार प्यार ഞാൻ പാടാം. പ്യ പ്യ ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്ക് ആകാശമുണ്ട്, ഞാനിലിടം എല്ലാം. अबे इधर आ तू इधर आ സമ്മാനം ഇപ്പൊ തന്നെ തരാൻ प्या പോകും. प्या प्या किया जा रहा है चल भाग प्या 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 किया जा रहा है അടി കിട്ടിയല്ലേ? ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. ആ എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാൾ എങ്ങോട്ട് ഈ രാത്രി തോക്കുമായിട്ട് പോണേ? നായാട്ടിന്. ആഹാ. പകല് മൊത്തം വെള്ളമടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി. എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല, ഈ കൈ നിറച്ച് ഞാൻ വളം മേടിച്ചു തരും. मुझे डर लग रहा है मेरे पति ने देख लिया तो നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ? ക്യാ? അതിനിടയിൽ നീ പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. क्या बोलता है तू എന്റെ മൂഡ് മൊത്തം പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം. എടാ ദുഷ്യന്തൻ, ദുഷ്യന്ത ഏ? ഏ? നിന്റെ കെട്ടിയവന് മലയാളം അറിയാവോടി? क्या हुआ क्या ഇവരായിരുന്നു ആഹാ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരും. ആ അയ്യേ, പറഞ്ഞ പോലെ ഇതേ ഈ കുട്ടി. ഇതിന്റെ അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടോ? ആങ്ങളമാരായാലും മതി. क्या മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരിയെ അടിച്ചു മാറ്റി? പിടിക്കപ്പെട്ട ഇനി രക്ഷയില്ല. ഡാ, ലോകത്തിലെ ഭാഷ പ്രശ്നമില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബാറും, മറ്റൊന്ന് അതെ അതെ. പ്രണയവും. டேய் ஜாகிரதை இவங்க ஹஸ்பண்ட் உன்னை பார்த்தா வச்சுக்கோ கொன்னுடுவேன். എടാ, ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ മതി. ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ സയാമി സിറ്റകളാണെന്ന് പറഞ്ഞാൽ മതി. എടാ, അധികം ബഹുമാനമൊന്നും വേണ്ട. ഇരി. ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. कोई मदरसे को इधर देखा क्या കാലം മംഗവാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. അയ്യോ, ദൈവമേ, സ്വപ്നത്തിൽ ഓടുന്ന പോലെ മണ്ണിലേക്ക് ഓടിയിട്ട് നീങ്ങുന്നുവല്ലോ. നിങ്ങളെല്ലാരും എന്നെ അവിടെ കൊണ്ടുപോകണേ. അയ്യോ, ഓട്ടോത്തിന് പുറത്തുനിന്ന് കയറ്റി ഇരുത്തല്ലേ. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ, ഇതിന്റെ ഗിയർ അവിടെ. ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞാളാ. ഇതെടാ ദുഷ്യന്തൻ. രാജസ്ഥാൻ ഒട്ടക സവാരി 2 round 200 rupees. നീ എന്താടാ ഈ വേഷത്തില്? എന്റെ അളിയോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയടാ? നീ എങ്ങനെ ഇവിടെ എത്തി? എടാ, ഒന്നും പറയണ്ട. ആ ചാന്ദിനിയുടെ കെട്ടിയവനുണ്ടല്ലോ, ആ തവളയുടെ കൂട്ടിരിക്കുന്ന ഒട്ടക്കാരൻ,
അവൻ എന്നെ ഹിന്ദിക്കാരെ കൊണ്ട് തലിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാൻ ഈ മരുഭൂമിയൊക്കെ ദിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും വേലായുധനുമാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. ഇവന്മാരുടെയൊക്കെ പേര് പഠിക്കാൻ പോയാ 2 വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട പേരാ ശശിയും വേലായുധനും. ശശി വേലായുധ. டேய் நான் அன்னைக்கே சொன்னல அந்த ஒட்டக்காரன் உன்னை பார்த்தா கொலை பண்ணிடுவேன்னு. இப்போ என்னாச்சு? ഇപ്പോ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ് ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയേക്കുക. ரியல் ஒட்டகமா? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കഞ്ഞോളം കെട്ടിട്ട് നാളുകളായടാ, നാളുകൾ. டேய் நீ கவலைப்படாத, நம்ம கூட வா. ഹാവൂ, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാൽ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടിയായിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ? ഏറ്റു. എന്റെ ദൈവമേ, ഞാൻ പോയിട്ട് വരട്ടെ. പോ ഒട്ടകമ്മേ. तुम दुष्यंत? ആമാ, അച്ഛേ, അയ്യോ, അപ്പച്ച, അമ്മച്ചേ, അച്ഛാ, രക്ഷപ്പെട്ടു. अच्छा तो तुम्हें बावर्ची की नौकरी चाहिए? അതായത് മേരാ കറി തും യാമിനിക്ക സിസ്റ്റർ സോനം ക കല്യാണത്തിന് വന്നിട്ട് എന്റെ കറി തിന്നുഹേ, സൂപ്പറാന്നും പറഞ്ഞ എനിക്ക് കൈ തന്നുഹേ. हाँ तो तुम खाना अच्छा बनाते हो, तुम्हें नौकरी मिल जाएगी, लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा. ബനാന നന്നായിട്ട് ഉണ്ടാക്കി തരാം. ठीक है बाबू, ബാബു. जी हुकुम. जाओ इसे रसोई घर दिखाओ. हुकुम. दुष्यंत तुम इसके साथ जाओ. ബഹുത്ത് പേർ കർത്തേക്ക തുംകോ സലാം. क्या? എനിക്ക് ശനി ഞായറും അവധി വേണം, എനിക്കിന്ന് പള്ളി പോണെന്ന് പറയുമായിരുന്നു. क्या क्या बोलते हो, जाओ. ഓ, വലിയ ഉപകാരം. വലിയ കൊട്ടാരാന്നുണ്ട് എന്നാ കാര്യം? ഒരു പൈപ്പ് പൊട്ടിക്കിടന്നിട്ട് അത് നന്നാക്കാൻ പോലും ഒരാളില്ല. चलो भाया चलो. യുവന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പവന്റെ കൊടുക്കുന്ന? क्या बात है? അതായത് എനിക്ക് മൂത്രം ചാഹിയേ. क्या? പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? അതായത് യൂറിൻ കർണ പടേക. क्या? ഞാൻ ഈ മൂത്രം ഒഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതായത് ഈ മുണ്ട് क्या മാറ്റി. അയ്യനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് മൂത്രശങ്ക വരും. ആ സമയത്ത് നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്ന് ഇങ്ങനെ अरे ഇത് अच्छा, എവിടെയാ? बाथरूम जाना है? ऐसा बाथरूम बोलो ना। जाना। चलो आप यहाँ से सीधा जाओ, സീതാ ജാവൂ. लेफ्ट जाओ, हाँ। सामने आपको मिलेगा. അതല്ലേ? ആ, മനസ്സിലായി തോപ്പിക്കാരാ. ഇനി അവൻ എവിടെ ചെന്ന് കണ്ടുപോകും? അമ്മേ, ആണി നെറ്റിക്ക് കൊണ്ട് ഒരു തുള പോലും ഇല്ലാത്ത വാതിലോ, എങ്ങനെ സീൻ കാണും? എന്തായാലും കണ്ടുപിടിച്ച് ഈ സാധനം അവനെ ഏൽപ്പിച്ചാലേ പറ്റൂ. कौन है तुम? ഹം തും ഏക കമരമേ ബന്ധുക്കോ. क्या? ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ. പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ. पगड़ी में क्या है? ഇതിനകത്ത് എന്റെ തല മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് താരനും. ആ, പിടിക്കരുത്, കഷണ്ടിയായിട്ട് നിങ്ങൾ പേടിച്ച് മരിച്ചു. അയ്യോ, ये क्या है? लेटर? സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഈ വെള്ളക്കാലിൽ പിടിച്ച് ഞാൻ സത്യം ചെയ്തു. പ്ലീസ് രക്ഷിക്കണം. अगर और यहाँ थोड़ी देर रुके ना हाँ। तो ठाकुर साहब गोली से उड़ा देंगे. അയ്യോ, ദേ വാതില് മാറ്. ആ തൊപ്പികള് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ.